നമ്മുടെ എല്ലാം പോകാം. അതായത് നമ്മുടെ ബിസിനസ് നഷ്ടത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യം നഷ്ടത്തിലാവാം, അല്ലെങ്കിൽ നമ്മുടെ നല്ല പേര്, അതായത് റെപ്യൂട്ടേഷൻ എല്ലാം നശിച്ചു പോകാം. ഇതെല്ലാം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പക്ഷെ നമ്മുടെ പ്രതീക്ഷ നമ്മുടെ കയ്യിൽ നിന്ന് പോയാലോ എല്ലാം നഷ്ടമാവും. നമുക്കൊന്നും തിരിച്ചെടുക്കാൻ സാധിക്കില്ല. നിങ്ങൾ ചിലപ്പോൾ കിണറ്റിൽ വീണ ഒരു കഴുതയുടെ കഥ കേട്ടിട്ടുണ്ടാവും. ഒരു ദിവസം കർഷകൻ തന്റെ കഴുതയുമായി നടന്നു നീങ്ങുമ്പോൾ പെട്ടെന്ന് ഒരു പൊട്ടക്കിണറ്റിലേക്ക് അവന്റെ കഴുത നിലം പതിച്ചു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത വിധത്തിൽ കഴുത നിലവിളിക്കുകയാണ്. കർഷകൻ ഒരുപാട് ശ്രമിച്ചു അതിനെ ഒന്ന് കരയ്ക്ക് കൊണ്ടുവരാൻ, പക്ഷെ നടന്നില്ല. അദ്ദേഹം ഒരുപാട് ചിന്തിച്ചു എന്താ ചെയ്യാൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ എല്ലാം വിളിച്ചു ചോദിച്ചു എന്താ ചെയ്യാൻ സാധിക്കുക. അപ്പൊ കൂട്ടുകാരൊക്കെ പറഞ്ഞു, നീ എന്തിനാണ് ആ കഴുതയ്ക്ക് വേണ്ടിയിട്ട് സമയം കളയുന്നത്, പണം ചെലവഴിക്കുന്നത്? കാരണം അത് പ്രായമായ കഴുതയാണ്, ഇനി അധികം നാൾ ജീവിക്കില്ല. നീ ഒരു കാര്യം ചെയ്യ്, ആ കിണറ് അങ്ങ് മൂടിക്കളഞ്ഞേക്ക്, കഴുത അവിടെ കിടന്ന് ചത്തോളും, ഇനി അതിനെ കയറ്റേണ്ട ആവശ്യമില്ല. അങ്ങനെ കർഷകൻ കൂട്ടുകാരെല്ലാം വിളിച്ചു വരുത്തി ആ ഒരു കിണറ് കഴുതയെ കൂടെ ഇട്ടുകൊണ്ട് മൂടാനായിട്ട് തീരുമാനിച്ചു. ഇത് മനസ്സിലാക്കി കഴുത ഒരുപാട് നിലവിളിച്ചു. തന്നെ രക്ഷിക്കാൻ ആരും വരില്ല എന്നുള്ള കാര്യം ആ കഴുതയ്ക്ക് മനസ്സിലായി. കഴുത കരഞ്ഞുകൊണ്ടേയിരുന്നു. യജമാനനും കൂട്ടുകാരും ചേർന്ന് കഴുതയുടെ മുകളിലേക്ക് മണ്ണ് കോരിയിടാനായിട്ട് തുടങ്ങി. കഴുത വീണ്ടും വീണ്ടും നിലവിളിച്ചു, പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല. വീണ്ടും വീണ്ടും മണ്ണ് ആ കഴുതയുടെ പുറത്തേക്ക് വീഴാൻ തുടങ്ങി. കഴുത നിലവിളി നിർത്തിയിട്ട് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. പെട്ടെന്ന് തന്നെ കഴുതയ്ക്ക് ഒരു ബുദ്ധി തോന്നി. തന്റെ പുറത്ത് വീഴുന്ന ഓരോ മൺതരികളെയും കുടഞ്ഞ് ഇടാൻ തുടങ്ങി. അങ്ങനെ കുടഞ്ഞിടാൻ തുടങ്ങിയപ്പോൾ കഴുതയ്ക്ക് മനസ്സിലായി തന്റെ പുറത്ത് വീണുകൊണ്ടിരുന്ന മൺതരികളെല്ലാം ഒരു കൂനയായിട്ട് മാറുന്നു. അങ്ങനെ കഴുത പതുക്കെ 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 ഉയർന്ന് ആ കിണറ്റിന്റെ മുകളിലേക്ക് വന്നു. കർഷകന്റെ അടുത്തേക്ക് വന്നു. കർഷകനും സന്തോഷമായി, കഴുതയ്ക്കും സന്തോഷമായി. അവര് വീട്ടിലേക്ക് തിരിച്ചുപോയി എന്നതാണ് കഥ. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ഒരുപാട് വ്യക്തികൾ മണ്ണ് വാരിയിടാറുണ്ട്, ചെളി വാരി എറിയാറുണ്ട്, നമ്മൾ ഒരുപാട് വേദനിപ്പിക്കാറുണ്ട്. ആ വേദനകളും ചെളിയും മണ്ണും ഒക്കെ നിങ്ങളുടെ കാൽക്കൽ ചവിട്ടി അരച്ചുകൊണ്ട് അതിന്റെ മുകളിൽ കയറി നിന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള ജീവിതം നിങ്ങൾക്ക് പടുത്തുയർത്താൻ സാധിക്കും എന്നുള്ളത് സത്യമാണ്. അപ്പോൾ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോവാം. ശുഭദിനം.